അയ്യപ്പേട്ടാ, ഞാൻ ആ പി വി അല്ല, ആ പി വി ഞാനല്ല. അതിനുശേഷം എൻ്റെ കൈകൾ ശുദ്ധമാണ്. ഇപ്പോഴിത് അടുത്ത ഒരു ഫ്രേസ് വന്നിട്ടുണ്ട്, എൻ്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്, അത് എളുപ്പമൊന്നും കിട്ടില്ല എന്ന്. മുഖ്യമന്ത്രി ഈ പറയുന്ന വാക്കുകളെല്ലാം തന്നെ, ഈ പറയുന്ന ഫ്രേസുകളെല്ലാം തന്നെ വളരെ എന്താ പറയുക, എല്ലാവരും എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് ചർച്ചയാവുന്ന കാര്യങ്ങൾ. പക്ഷെ ആ ചർച്ചയാവുമ്പോഴും മറ്റൊരു കാര്യം കൂടി ചർച്ചയാവുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഭയം മകളുടെ കാര്യത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഓരോരോ നിലപാടും. അദ്ദേഹം വിചാരിക്കുന്നുണ്ടാകും ഇതങ്ങനെയല്ല, ഞാൻ പറയുന്നത് എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ കരുതുന്നുണ്ടാകും. പക്ഷെ ജനമനസ്സുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഭയത്തെ കൂടി സൂചിപ്പിക്കുന്നതല്ലേ? കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനമല്ലേ പ്രീത പറയുന്നത്? ഇന്നലത്തെ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ പ്രീത ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഭയം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. കാര്യം സ്വന്തം ഒരു കേസായിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയത്തിൽ ഇത്രയും നാൾ രാഷ്ട്രീയത്തിൽ നിന്നതിൻ്റെ ഇപ്പോൾ SMC ലാവലിനാണെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് നേരിട്ടത്. അദ്ദേഹത്തിന് വേറെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ നീണ്ട കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് നേരിടാൻ അദ്ദേഹത്തിന് അറിയാം. നേരെ മറിച്ച് മകളുടെ കേസിൽ ആ പി വി ഞാനല്ല എന്ന് ഒരിക്കൽ പറഞ്ഞെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന് അത് അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ വായിന്ന് വീണു. അതായത് ബിനീഷ് കൊടിയേരിയുടെ കേസ് വന്നപ്പോൾ കൊടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്ഥാനം രാജിവെച്ച് കേസിന്റെ വഴിക്ക് പോകും, പാർട്ടി ഇടപെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എന്റെ മകളുടെ കേസിൽ ഞാനും ഉണ്ട്, എന്റെ മകളുടെ കേസ് എന്ന് പറയുന്നത് ഞാനും കൂടെ ഉൾപ്പെട്ടതാണ്. അപ്പോൾ ആ പി വി ഇദ്ദേഹമാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ? അതിലവിടെ ആ കള്ളത്തരം പൊളിയുകയാണ്. മുൻപ് പറഞ്ഞത് തിരുത്തി പറയുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൊടിയേരിയുടെ മകന്റെ ഒന്നിടപെട്ടോട്ടെ, ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആ പി വി ഞാനല്ല. ഇന്നലെ പറഞ്ഞത് ബിനീഷിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുമ്പോൾ ബിനീഷിന്റെ കാര്യത്തിൽ കൊടിയേരിയുടെ പേര് എവിടെ? കൊടിയേരിയുടെ പേര് ഇല്ല, അതിലില്ലായിരുന്നു. എന്നിട്ടും കൊടിയേരി രാജിവെച്ചാ പോയത്. ഇവിടെ ഈ പറയുന്നതില് എന്റെ മകളുടെ കേസിൽ, അദ്ദേഹത്തിന്റെ മകളുടെ കേസിൽ ഞാനും ഉണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. എന്റെ മകളുടെ കേസ് എനിക്ക് നേരെയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞ പി വി ഞാനല്ല എന്ന് പറയുന്നത് പൊളിയുന്നു. മനസ്സിലായി? രണ്ട്, ഈ പറയുന്ന പോലെ എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്ക് തോന്നി ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് പ്രീത തന്നെ തിരിച്ചു മറുപടി പറഞ്ഞു. അതായത് ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ ഈ അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി 2,79,00,000 രൂപയുടെ എന്ത് സർവീസാണ് ചെയ്തു കൊടുത്തത് എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാൻ. അതായത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് സാർ നിങ്ങളുടെ മകളുടെ കമ്പനി, ഈ പറയുന്ന കരിമണൽ കർത്തയുടെ കമ്പനിക്ക് ചെയ്തത് എന്ന് ചോദിക്കാനുള്ള ഒരു ആർജവം. ഇത്രയും ചർച്ചകൾ, ഇത്രയും കാര്യങ്ങൾ, എത്രയോ ഡിബേറ്റുകൾ, ചർച്ചകൾ ഇവർ ഇരുന്ന മാധ്യമപ്രവർത്തകരാണ്, അല്ലെങ്കിൽ പോട്ടെ ഇവരെ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. എന്തുകൊണ്ട് ആരും ചോദിച്ചില്ല? നിങ്ങളുടെ മകൾ 2,75,79,00,000 രൂപയ്ക്ക് എന്താണ് സാർ ചെയ്തു കൊടുത്തത്, എന്താണ് സാർ ചെയ്തത് എന്ന് ചോദിക്കണ്ടേ മുഖ്യമന്ത്രിയുടെ അടുത്ത്? അതുകൂടെ അറിയണ്ടേ സമൂഹത്തിന്? ഈ പത്രപ്രവർത്തകർ ഇരുന്ന് ചോദിക്കുന്നതൊക്കെ തന്നെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റുള്ളവർക്കൊക്കെ അറിയാം. ഇത് സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അതാരും ചോദിച്ചില്ല. അത് എനിക്ക് തോന്നിയൊരു, അതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്ക് എന്താ പേടിയാണോ ചോദിക്കാനായിട്ട്? ഭയം പത്രപ്രവർത്തകർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇതിനു മുൻപും അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചോദിക്കേണ്ടത് ഇതാണ്. അതിൽ ചില സാന്ദർഭികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി വരാം. അതായത് ഇന്നലെ ചോദിച്ചു തുടങ്ങിയ ഒരു കാര്യത്തിനും പതിവ് പോലെ മുഖ്യമന്ത്രി കൃത്യമായ ഒരു മറുപടി പറഞ്ഞിട്ടില്ല. അതിനിടയിലാണ് ഈ ഫ്രേസ് വരുന്നത്, എന്റെ രക്തമാണ് നിങ്ങൾക്ക് വേണ്ടത്. ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ചോദിക്കാൻ നിന്നതിൽ നിന്ന് നമ്മൾ വഴുതി മാറിപ്പോവും. അത് സാന്ദർഭികമായിട്ട് സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. ചേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ചോദ്യം അവിടെ ഉടക്കിപ്പോയതായിരിക്കാം. ഈ ഒരു ഫ്രേസ് വരുമ്പോഴേക്ക് എന്റെ രക്തമാണ്, നിങ്ങൾ അസംബന്ധമാണ് പറയുന്നത്. മലയാള മനോരമയുടെ ലേഖകന് നേരെയാണ് പറയുന്നത്. നിങ്ങളെയല്ല, നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നേരെയാണ് പറയുന്നത്. നിങ്ങളെയല്ല പറയുന്നത്, നിങ്ങൾ അസംബന്ധമാണ് പറയുന്നത്. അതൊക്കെ കോടതിയിൽ നടക്കുന്നതല്ലേ, കോടതിയിൽ നടക്കട്ടെ. അതിവിടെ ചോദിക്കേണ്ട കാര്യമില്ല. പിന്നീട് പറയുന്നു എന്റെ രക്തമാണ് വേണ്ടത്. ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു കൗണ്ടർ ചോദ്യമാണ് വരിക. അപ്പൊ ഈ പറയുന്ന എക്സാലോജിക് ചെയ്ത സേവനം എന്താണ് എന്നുള്ള ചോദ്യം അല്ല, അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്റെ മകളുടെ കമ്പനിക്ക് 2 കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം, എന്റെ മകളുടെ കമ്പനി അവർക്ക് കൊടുത്ത തുകയ്ക്ക് സേവനം ചെയ്തു. എന്തിനാ അവർ ചോദിക്കണ്ടേ? എന്ത് സേവനമാണ് സാർ നിങ്ങളുടെ കമ്പനി ചെയ്തത് എന്ന് ചോദിക്കണ്ടേ?
അത് ചോദിക്കണം. അത് ചോദിക്കുന്നതിന്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി വന്നപ്പോൾ ചിലപ്പോൾ ഡൈവേർട്ട് ആയി പോയിട്ടുണ്ടാവും. ഒന്ന് ചേട്ടൻ പറഞ്ഞത് അത് വളരെ വലിയൊരു ലോസ് ആണ്. അദ്ദേഹത്തോട് ഇരുത്തി ചോദിക്കേണ്ട കാര്യമാണ് എന്ത് സേവനമാണ് എന്നുള്ളത്. പിന്നെ ഈ ചോദ്യം ഇന്നലെ ചോദിക്കുന്നതല്ല മാധ്യമപ്രവർത്തകർ, കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണിത്. അന്നൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല, അന്നൊന്നും PVക്കും ഉത്തരമില്ല, എന്ത് സേവനമാണ് എന്നതിനും ഉത്തരമില്ല. മറ്റൊരു കാര്യം ചേട്ടൻ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എന്റെ ഒരു അറിവനുസരിച്ച്, ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് വീണ വിജയൻ നടത്തിക്കൊണ്ടിരുന്ന എക്സാലോജിക് കമ്പനി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പാഠ്യപദ്ധതികളുമായി ബന്ധപ്പെട്ടോ മറ്റോ ഉള്ളതാണ് എന്നാണ് ഒരറിവ്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനം ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ CMRL പോലൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയറോ എന്ത് സേവനമാണെങ്കിലും ആ ഒരു കമ്പനി ചെയ്തു കൊടുക്കും? അത് ശരിയാ, അതൊരു കറക്റ്റ് ചോദ്യം ഇല്ലേ? അത് ചോദിക്കണ്ടേ? അതും അവിടെ ചോദിക്കേണ്ടതാ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഒരു ഊഹത്തിൽ, ഞാൻ എവിടെയോ വായിച്ചോ കേട്ടതോ ആയിട്ടുള്ള ഒരു ഊഹം ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അത് അങ്ങനെ ഒരു കാര്യം കൗണ്ടർ ചെയ്ത് ചോദിക്കാനായിട്ടാണെങ്കിലും മാധ്യമപ്രവർത്തകർ അത് ശ്രദ്ധിച്ച് കുറിച്ചെടുത്ത് വെക്കണ്ടേ? അത് ചോദിക്കേണ്ടതല്ലേ? ഈ രണ്ട് ചോദ്യവും അവിടെ പ്രസക്തമല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളുടെ മകളുടെ കമ്പനി എന്ത് സേവനം ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഏത് സേവനമാണ് ഇവിടെ നൽകിയത്? ഇത് രണ്ടും ചേർന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് അവിടെ ഉത്തരം ഉണ്ടാകില്ല എന്നുള്ളത് ചേട്ടനും എനിക്കും നമ്മുടെ പൊതുജന സമൂഹത്തിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ചോദ്യങ്ങൾ അവിടെ വിട്ടുപോയി. അത് മനഃപൂർവ്വം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തത് തന്നെയാണ്. കാരണം വഴുതി പോകുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ചിന്ത ഉടക്കി പോകും. ഈ ചിന്ത ഉടക്കി പോകുമ്പോഴാണ് നമ്മൾ ചോദിക്കേണ്ട ചില വിഷയങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നത്. അത് ബുദ്ധിമാന്മാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ നീക്കമാണ്. അതുകൂടി നമ്മൾ പറയണം. നമ്മൾ മാധ്യമപ്രവർത്തകരുടെ വീഴ്ച എന്ന് പറയുമ്പോഴും അത് ചില രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ വിടുന്നത് വളരെ എന്താ പറയാ, അതെ, ആ കഴിവ് പിണറായിയുടെ നമ്മൾ അംഗീകരിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഇതില് ഒരു കാര്യം ഇപ്പൊ പ്രീത പറഞ്ഞു, മനോരമ എന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് മനോരമയെ പറഞ്ഞതെന്നുള്ളത് വേറൊരു കാര്യമുണ്ട്. അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടുപിടുത്തമായിരുന്നു ഇദ്ദേഹത്തിന്റെ മകൾക്ക് ഈ വാർത്ത കൊടുത്തത് മനോരമയാണ്. വലിയ വാർത്തയായിട്ട് കൊടുത്തത്, ഏറ്റവും വലിയ വാർത്തയായിട്ട് മനോരമയൊക്കെ. ശരിക്കും പറഞ്ഞ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരാറില്ല. ഈ പുറത്തു വന്നതിലാണ് ഇയാളുടെ ഏറ്റവും വലിയ ഒരു അരിശം എന്ന് പറയുന്ന അതാണ്. അങ്ങനെ അതിനകത്ത് ഇന്റേണൽ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയും. ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡിനകത്ത് ഗംഭീരമായ ഈ ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ ഐഡന്റിഫിക്കേഷന്റെ ഫലമായിട്ടാണ് ഈ കേസിന്റെ തുടക്കം തന്നെ വരുന്നത് എന്നാണ് സത്യത്തിൽ. അത് ഇത് മനോരമയിൽ വന്നതിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരൊക്കെ അല്ല, നാഷണൽ ഡെയിലീസിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. എന്നാലും മനോരമയിൽ വന്നതിന് ശേഷമാണ് മറ്റു മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ട്. കാരണം മനോരമ അത് വലിയ വാർത്തയെ തന്നെ കൊടുക്കാനുള്ള ഒരു ഇത് കാണിച്ചു. അത് അവരുടെ പോളിസിയാണ്. അവർക്ക് അതിനുള്ള പല പോളിസികളുണ്ട്. പോളിസി മാറ്റേഴ്സ് ആണല്ലോ ചില വാർത്തകൾ മുഴുമിപ്പിച്ചും ചില വാർത്തകൾ ഒതുക്കിയും ഒരു കോളത്തിലും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ആ പോളിസി മാറ്ററിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ കാലത്ത് ഈ ഒരു വാർത്ത ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകേണ്ടിയിരുന്ന ഒരു വാർത്ത. അതാണ് മാധ്യമ പ്രവർത്തനം എന്ന് കൂടി പറയുന്നത്. അത് നമ്മളെ പോളിസി മാറ്റർ ആണെങ്കിലും ചിലത് അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നതിന് ഒരു ബോധ്യം വേണം. ഭയങ്കരമായ അരിശം അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹം മനോരമയെ എടുത്തെടുത്ത് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതെന്നാണ് നമ്മുടെ ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. രണ്ടാമത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കേസ് എന്ന് പറയുന്നത് മണി ലോണ്ടറിംഗ് കേസായിട്ട് ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ. അത് മണി ലോണ്ടറിംഗ് കേസ് എന്ന് പറയുമ്പോൾ ഈ 2,79,00,000 രൂപയ്ക്ക് ഒരിക്കലും ഇത്രയും 1 കോടി രൂപയുടെ സർവീസ് എന്ന് പറയുന്ന സാധനം ഒരു കമ്പനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഇത് മണി ലോണ്ടറിംഗ് കേസിന്റെ ഏറ്റവും വലിയ തെളിവ്, കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണ് ഈ കർത്ത ഇതിലൂടെ ചെയ്തതെന്നുള്ളത് തീർത്തും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ ഇതുവരെയുള്ള നാൾവഴികൾ നോക്കുമ്പോൾ ശരിക്കും പൂട്ട് തന്നെയാണ് വീണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ പൂട്ട് വീണതിന്റെ ഒരു അന്താളിപ്പ് മുഖ്യമന്ത്രിയുടെ ശരീരത്തും മുഖത്തും ശരീരഭാഷയിലുണ്ട്. ഇന്നലെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം മുൻപ് പറഞ്ഞിരുന്ന ആർജവം ഒന്നും മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഇല്ല. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. നമ്മൾ പറയും, ചില കാര്യങ്ങളിലൊക്കെ പറയും ഇത് കൂട്ടുകച്ചവടമാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയും. പക്ഷെ ചില കാര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ നമ്മൾ പറയില്ലേ, കാലം
എന്താണ് കരുതി വെക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം മുമ്പ് എനിക്ക് ഇത്രയും എന്താ പറയാ, ഞാൻ ആനപ്പുറത്തായിരുന്നു, അതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യൂല, ആനയാണ് എന്നൊക്കെ പറയും. പക്ഷെ കാലത്തിന്റെ ഒരു വ്യതിയാനത്തിൽ വരുമ്പോൾ രാഷ്ട്രീയപരമായ തലത്തിലും ചില മാറ്റങ്ങൾ നടക്കും. ആ മാറ്റങ്ങൾ അനുകൂലമായ ദിശയിലല്ല പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒക്കെ ചെന്ന് അവസാനിക്കും. അനുകൂലമായി വീശിയില്ല എന്നുണ്ടെങ്കിൽ അതെ, ഇത്തവണ കാറ്റ് കേരളത്തിൽ നിന്ന് അനുകൂലമായിട്ടല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വീശുന്നത്. പാർട്ടി ഘടകത്തിൽ നിന്ന് വിജയരാഘവൻ പറഞ്ഞത് ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ, ഇൻഷുറൻസ് എടുത്താൽ ഇപ്പൊ വണ്ടി നമ്മൾ റോഡിൽ ഓടുമ്പോൾ ഇൻഷുറൻസ് എടുക്കുമല്ലോ, ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി വരെ എടുക്കാറുണ്ട്. വണ്ടി ഇടിച്ച് ആലേ ആ പറയുന്ന പോലെ ആ ഇൻഷുറൻസ് കാശ് കൊണ്ട് പോലും ഇത് അതുപോലെ ഇൻഷുർ ചെയ്ത് കണക്കാക്കി പോരെ എന്നൊരു ആന മണ്ടത്തരം. അതിനെയൊക്കെ എന്ത് ആന മണ്ടത്തരുന്ന പോലെയാണ്. അദ്ദേഹത്തിന് ഒരു സാമാന്യ ബോധമില്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് പറയാൻ അദ്ദേഹത്തിന് ഒരു ബോധം വേണ്ടേ? അതിലും വേറൊരു കാര്യം അറിയാം, അദ്ദേഹത്തിന് ബോധം വേണ്ടേ, ശരി. അതിലും വേറൊരു സംഗതി, ഈ 2,75,79,00,000 രൂപ കർത്ത കൊടുത്തുവെങ്കിൽ അതിന്റെ GST ഞങ്ങൾ അടച്ചിട്ടുണ്ട്. അതിന്റെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യാനുള്ള, അതായത് GST എന്നല്ല ആദ്യം പറഞ്ഞ, ഇത് ഞങ്ങൾ IGST അടിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പിണറായി മകളും ഒക്കെ പറഞ്ഞു വരുത്തിയത്. GST അങ്ങോട്ട് പോയി. ഇന്നലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഹൈഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഞങ്ങൾ സർവീസ് നടത്തി. ശരി, നമ്മുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ആരും തന്നെ അത് എന്തെന്ന് ചോദിച്ചില്ല. എന്നിട്ട് അതിന് പെട്ടെന്ന് ഓർക്കം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഈ 2,79,00,000 രൂപയ്ക്കും ഞങ്ങൾ അത് GST അടച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാനുണ്ടോ നികുതി അടയ്ക്കാനുള്ളതൊക്കെ ഞങ്ങൾ അടച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇതൊരു ബാങ്ക് ട്രാൻസാക്ഷനുമാണ്. അപ്പോ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, മുഖ്യമന്ത്രി ഈ പറയുന്ന പോലെ ഇന്നലത്തെ പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം കോടതി ഇരിക്കുന്ന കേസാണ്, ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഒരു ചെറിയ തേളയിടി ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, മകളെ കൂടി രക്ഷിക്കേണ്ട ബാധ്യത അതാണ് അദ്ദേഹം പതറിപ്പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും വലിയ വിഷയം. രണ്ട്, പ്രീത ഇപ്പൊ പറഞ്ഞു വെച്ച പോലെ കേരളത്തിലെ കാറ്റ്, ഇനിയിപ്പോ പാർട്ടിക്കകത്തെ കാറ്റ് അദ്ദേഹത്തിലേക്ക് വീശാൻ കാര്യം. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്തൊരു വിഷയമുണ്ട്. ആരാണോ അപ്പ രാജാവ് അയാളുടെ കൂടെ അങ്ങ് നിൽക്കുന്നവരാണ് ഈ പാർട്ടിയിലെ എല്ലാ. ഇപ്പൊ പിണറായിക്കാണ് അപ്രമാദിത്വമായിരുന്നത്. ഒരു കാലത്ത് VS ആയിരുന്നു, ഇപ്പൊ VS-നൊപ്പം കുറെ എണ്ണം അങ്ങ് പോയി. ഇപ്പൊ പിണറായിയുടെ അപ്രമാദിത്വം പറഞ്ഞ് പിണറായിയൊപ്പം ഇങ്ങനെ നിൽക്കുന്നു. പിണറായിക്ക് ഇപ്പൊ ശക്തി ക്ഷയിക്കുന്നുണ്ട്. ആരാണ് ശക്തി കൂടുതൽ അവരെ കൂടെ ഇവരൊക്കെ പോവുള്ളൂ, അത് ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം നാൾ വഴികൾ. ഇപ്പൊ ED അന്വേഷണം കൂടെ ഒക്കെ വരുമ്പോൾ CBI മാത്രമല്ല, ഷോൺ ജോർജ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു CBI അന്വേഷണത്തിനുള്ള അപേക്ഷ കൂടി അതുകൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CBI അന്വേഷണം കൂടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാലവും എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കില്ല. ചില പ്രതികൂല സാഹചര്യങ്ങൾ വരും, അതിനെ തരണം ചെയ്യേണ്ടി തന്നെ വരും.